തേങ്ങ ചുട്ടിട്ട് എങ്ങനെയാണ് സമ്മന്തി ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണിച്ചു തരുന്നത്. ഗ്യാസ് ആയതുകൊണ്ട് ഒരു കമ്പിയിൽ തേങ്ങാപ്പൂളൊക്കെ കുത്തിയിട്ടാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. അടുപ്പിൽ കത്തിക്കുന്നവരാണെങ്കിൽ കനൽ ഇട്ടാൽ മതി. ഉണ്ടോ? ഇതുപോലെ നമ്മൾ തേങ്ങ ചുട്ടെടുത്തു. ഇത് കൊട്ടത്തേങ്ങയാണ്. നമ്മൾ തേങ്ങ ചുട്ടെടുത്തു. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മുളകും കൂടെ ചുട്ടെടുത്തിട്ടുണ്ട്. ചുട്ടെടുത്ത തേങ്ങ കരിഞ്ഞ ഭാഗം നമ്മളൊന്ന് ചെറുതായിട്ട് ക്ലീൻ ആക്കണം. ഇതിങ്ങനെ ഒന്ന് കത്തി കൊണ്ട് ഇതാക്കി തന്നെ കരിഞ്ഞ ഭാഗമൊക്കെ ക്ലീനായിട്ട് കിട്ടും. ഉണ്ടോ? ഇങ്ങനെ ആക്കിയിട്ട് ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം മിക്സിയിൽ ഇട്ട് കൊടുക്കാൻ. ഇതുപോലെ കരിഞ്ഞ ഭാഗമൊക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാം. ഉണ്ടോ? നമ്മൾ കഴുകി വൃത്തിയാക്കി തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് അരയ്ക്കാം. നമ്മൾ തേങ്ങയെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു. ഇതിനി വെള്ളമില്ലാതെയാണ് അരക്കേണ്ടത്. നന്നായിട്ട് പൊടിച്ചെടുത്തു. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയിലേക്ക് നമുക്ക് എരിവിനാവശ്യമായ മുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 മുളകാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചുട്ടെടുത്തതാണ്. മുളകിട്ടു. അതിനുശേഷം ഒരു ചെറിയ നമ്മൾ വാളംപുളി ഇട്ട് കൊടുത്തു. കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചെടുക്കുകയാണ്. അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 2 ഇതൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. 2 ഇതൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ചുട്ടരച്ച സമ്മന്തിയായി. നോക്കാം. തേങ്ങ ചുട്ടരച്ച സമ്മന്തിയാണ്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് അരച്ച് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇടയ്ക്കൊന്ന് ഉപ്പും പുളിയൊക്കെ മതിയൊന്ന് നോക്കണം. എന്തൊരു ടേസ്റ്റാണെന്നറിയാം. ഇത് കഴിക്കാത്തവരൊന്ന് തീർച്ചയായിട്ടും ആക്കി നോക്കണം. തേങ്ങ ചുട്ടരച്ച സമ്മന്തി. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഉണ്ടോ? നല്ല അടിപൊളി. ഇതാണ് നമ്മുടെ തേങ്ങ ചുട്ടരച്ച സമ്മന്തി. ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുപ്പ് കത്തിക്കുന്നവരൊക്കെ ആണെങ്കിൽ കനലിൻ്റെ മുകളിൽ കൊട്ടത്തേങ്ങ, മറ്റേ വെള്ളമില്ലാത്ത തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചുട്ടെടുക്കാം. ഇനി ഗ്യാസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു കമ്പിയിലോ എന്തെങ്കിലും കുത്തിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെയാണ് ഇത് ഞാനിപ്പോൾ ചുട്ടെടുത്തിട്ടുള്ളത്. ഇതിൽ പിന്നെ ഒരു പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഉള്ളി, ചുവന്നുള്ളി ഇഷ്ടമുള്ളവർക്ക് ഇടാം. അത് ചെറിയ ഉള്ളി ആയാൽ ഏറ്റവും നല്ലത്. 1-2 ഇട്ട് കൊടുക്കാം. അതല്ല എങ്കിൽ ഒരു കഷ്ണം സവാള ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഉള്ളി ഇട്ടിട്ടില്ല, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ തേങ്ങ ചുട്ടരച്ച സമ്മന്തി.